ഹലോ ഹായ് നമസ്കാരം. ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അനിൽ കപൂർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ ഫൈറ്റർ തിയേറ്ററിൽ പോയി കണ്ടു. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമേ ടോപ്പ് ഗൺ മാവറിക്ക് പോലെയുള്ള സിനിമകൾ ഞാൻ കണ്ടത് മുഴുവൻ മറക്കുകയാണ്. അത് മറന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രധാന പോസിറ്റീവ്സ് ഒക്കെ എടുത്തു പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസുകൾ, ഫ്ലൈറ്റ് സീക്വൻസുകൾ, VFX പരിപാടികൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ഇന്ത്യൻ സിനിമകളിലെ VFX ഗ്രാഫിക്സ് പരിപാടികളൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. ബോളിവുഡ് സിനിമകളിൽ മാത്രമല്ല ഇതര ഭാഷകളിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി VFX പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ സിനിമയിലും നമുക്ക് കാണാൻ പറ്റും. മിസൈലുകൾ, ഫ്ലെയേഴ്സ്, ബ്ലാസ്റ്റിംഗ് സംഭവങ്ങൾ, ഇതൊക്കെ വളരെ നൈസായിട്ട് കുറച്ചും കൂടി ബിലീവബിളായിട്ട്, എന്നാൽ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിലെല്ലാം ഉണ്ട്. അതായത് ഒരു സമ്പൂർണ്ണ പാക്കേജാണ്. നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്യുന്നത് പോലെയാണ്. പച്ചക്കറിക്ക് പച്ചക്കറി ഉണ്ട്, ഫിഷിന് ഫിഷ് ഉണ്ട്, സ്പൈസിന് സ്പൈസ് ഉണ്ട്, പായസം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ പരിപാടികളുമുള്ള രാജ്യസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ രാജ്യസ്നേഹത്തിനുള്ള സീക്വൻസുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സഹോദര സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, പാട്ടിന് പാട്ടില്ലേ, ഡാൻസിന് ഡാൻസില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ എല്ലാ പരിപാടികളും ഉണ്ട്. ഇതൊരു ഓൾ പാക്കേജാണ്. മൂന്നാമത്തെ പോസിറ്റീവ് ഇവർ ആക്ഷൻ സീക്വൻസുകൾക്ക് കൊടുത്തിട്ടുള്ള ആ BGM പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സൗണ്ടിങ്ങും സംഭവങ്ങളൊക്കെ. അടുത്ത പോസിറ്റീവ് ഹൃതിക് റോഷൻ സിനിമയാണ്. പുള്ളിയെ നല്ല സ്റ്റൈലിഷായിട്ട് കാണുക എന്ന് പറയുന്നത്, ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, പക്ഷേ ഹൃതിക് റോഷൻ ഈസ് ഹൃതിക് റോഷൻ. അത് വേറൊരു ഫീലാണ്. പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഈ സിനിമയെ വളരെയധികം സഹായിക്കുന്ന രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ്, ഈ സിനിമ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് 2D ഉണ്ട്, 3D ഉണ്ട്. ഞാൻ 3D ആണ് പ്രിഫർ ചെയ്തത്. നല്ല രസമായിരുന്നു. തിയേറ്ററിൽ കയറിയിരുന്ന് ഞാൻ ഈ 3D ഗ്ലാസ് വാങ്ങുന്നത് വിട്ടുപോയി. ഞാൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ അവർ മറ്റേ ഗ്ലാസിൻ്റെ കൊട്ട കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ഗ്ലാസ് എടുത്ത് വെച്ചപ്പം മറ്റേ പരസ്യത്തിൻ്റെ സമയത്ത് എന്ത് ഈ 3D ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു. 3D ആക്കുന്ന പല സിനിമകളിലും 3D ഗ്ലാസ്സൊക്കെ വെച്ച് കാണുമ്പോഴും ഈ സീക്വൻസുകളൊന്നും 3D ആയതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല എന്ന് പറയുന്നൊരു ഫീല് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഇത് 3D ആക്കിയത് വേർത്താണ്. 3Dക്ക് നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാലും അങ്ങനെ ഒരു നഷ്ടമൊന്നും ഫീൽ ചെയ്യില്ല. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫൈറ്റർ പൈലറ്റ് സിനിമകളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൽ ഫേവറിറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കുന്നത് ടോപ്പ് ഗൺ പോലെയുള്ള സിനിമകളാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ ഒന്നാമത്തെ നെഗറ്റീവ്, എനിക്കൊന്നും എക്സൈറ്റിംഗ് ആയി അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കണ്ടു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിലൂടെ അങ്ങനത്തെ ഒരു ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം കണ്ടു എന്നുള്ള ഫീല് എനിക്ക് ഒരു ഫൈറ്റ് സീക്വൻസുകളിലും അല്ലെങ്കിൽ ഒരു പരിപാടികളിലും തോന്നിയില്ല. പുതുമ ഇല്ലാതിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വളരെയധികം ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, സഹോദര സ്നേഹമുണ്ട്, അച്ഛൻ മകൾ പാസമുണ്ട്, പിന്നെ കുറച്ച് പുരോഗമന പരിപാടികളൊക്കെ, സ്ത്രീ ശാക്തീകരണം, അങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റുകളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡ്രാമാറ്റിക് സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് വല്ലാതെ സീരിയൽ അടിക്കുന്നത് പോലെ തോന്നി. അതായത് ആ സിനിമയ്ക്ക് അതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾക്കൊക്കെ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലും ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് ഈ ഇമോഷണൽ സീക്വൻസിലേക്ക് വരുമ്പോൾ തനി ഇമോഷണൽ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നു. ദീപിക പദുക്കോണൊക്കെ കരഞ്ഞ് നമ്മൾ ആ ക്യാരക്ടറിനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവരുടെ അച്ഛൻ മകൾ സംഭവങ്ങൾ, ഹൃതിക് റോഷൻ്റെ റിലേഷൻഷിപ്പ് പരിപാടികൾ, പിന്നെ ഇതിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ, നമ്മൾ ഇത്തരം സിനിമകളിലൊക്കെ ഒരാളെ തുടക്കം മുതലേ സ്നേഹിച്ച് കൂടെ നിർത്തുന്ന നായകൻ എന്നാണെങ്കിൽ തീർച്ചയായും അയാൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴായിരിക്കുമല്ലോ നായകൻ കൂടുതൽ ഇമോഷണൽ ആവുക എന്ന് പറയുന്ന പോലത്തെ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള, അതിൻ്റെ കൂടെ ഡയലോഗുകളിലൊക്കെ ചിലയിടങ്ങളിൽ എനിക്ക് ക്രിഞ്ച് എന്നൊക്കെ പറയാൻ തോന്നുന്ന പോലെ രാജ്യസ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ചും കൂടിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കയ്യിൽ നിന്നിട്ടിട്ട് ലോജിക്കിനോട് ഒട്ടും ചേരാത്ത രീതിയിലുള്ള കുറേ സീക്വൻസുകൾ ആഡ് ചെയ്ത് വെച്ചിട്ട് സ്കൂൾ കുട്ടികളുടെയൊക്കെ ഒരു ലെവലിലുള്ളൊരു തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ. അതായത് കുറച്ചും കൂടി നമ്മൾ ലോജിക്കിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിലൊക്കെ സിനിമ കുറച്ച് വീക്കാവുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ നല്ല കട്ട ക്ലീഷേ സാധനങ്ങളൊക്കെ ഉണ്ട്. പാകിസ്ഥാനിൽ മറ്റേ മെയിൻ പട്ടാളക്കാരും കുറേ തീവ്രവാദികളൊക്കെ വട്ടം കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു ഇന്ത്യയെ നമുക്ക് എങ്ങനെ തകർക്കാം എന്നുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ കാണിക്കുന്ന ഒരു പാകിസ്ഥാൻ തീവ്രവാദി എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സാധനങ്ങൾ ആ സിനിമയിലുണ്ട്. എന്നാൽ അതേസമയം ഈ പറയുന്ന ഫൈറ്റർ ജെറ്റ് ആക്ഷൻ പരിപാടികളൊക്കെ ഒരു ബോളിവുഡ് സിനിമ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടിങ്ങ് പോന്നു. അതിനപ്പുറത്തേക്ക് ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി മനസ്സിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു രംഗം ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പാകത്തിനുള്ളതാണെന്നോ എന്നൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ടോപ്പ് ഗൺ മാവറിക് പോലെയുള്ള അല്ലെങ്കിൽ
മറ്റ് സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സൈറ്റിംഗ് ആയി അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.